യൂത്ത് ഐക്കൺ. 73 വയസ്സായപ്പോഴും ഇപ്പോഴും അങ്ങേരെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദാറ്റ് ഇസ് ലൈക്ക് 73 തിരിച്ചിട്ടാല് 37 അല്ലേ? ഏകദേശം ആ ഒരു റേഞ്ചേ തോന്നിക്കത്തുള്ളൂ. വെൽക്കം ടു ചങ്ക് സ്റ്റോക്ക്. അപ്പൊ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിട്ട് നമ്മളുടെ മമ്മൂക്കയുടെ ബസൂക്കയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസൂക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സംഭവങ്ങളൊക്കെ വന്ന സമയം തൊട്ടിട്ട് മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് വല്ലാണ്ട് അതിനകത്ത് ഒരു സ്റ്റൈലിഷ് സംഭവം കാണിച്ചിട്ടുണ്ട്. ആൻഡ് റീസെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പോസ്റ്റേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് പിക്സ് ഒക്കെ കാണുമ്പോഴും ഭയങ്കര ഒരു മറ്റേ സ്റ്റൈലിഷ് യങ് ലുക്കിലാണുള്ളത്. ശരിക്ക് യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് ആളുടെ ലുക്ക്. അതുപോലെ തന്നെ ആ ഒരു തമ്മിലിനകത്ത് ഭയങ്കര രസമുണ്ട്. ആ ഒരു മുടിയൊക്കെ കെട്ടിയിട്ടല്ല, പെട്ടെന്ന് ഒരു നമ്മൾ ലോങ് നോക്കുമ്പോൾ ഒരു ലാലേട്ടന്റെ ഒക്കെ ഒരു ലുക്ക് വേണം. അതായത് ഇപ്പോഴത്തെ ലാലേട്ടന്റെ ലുക്ക് പെട്ടെന്ന് ദൂരത്ത് കേട്ടോ കാണുന്നത്. ഏകദേശം ഇവരുടെ ഒരു ഭയങ്കര ഒരു സിമിലാരിറ്റി. ഇപ്പൊ ഏജ് ആയ സമയത്ത് ആ ഒരു താടിയൊക്കെ എനിക്ക് തോന്നുന്നു വെച്ചിട്ടാ. അല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. നമ്മള് ഹരീഷ്ണൻസിലൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ആ ഒരു കെമിസ്ട്രി തന്നെ വർക്ക്ഔട്ട് ആവുന്ന ആ ഒരു ഏകദേശം ഒരു എവിടേക്ക് ഒരു മാച്ചിങ് ഉണ്ട് അവർ തമ്മിൽ. ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക നമ്മളുടെ എന്തായിരുന്നു മറ്റേ പടം ഭീഷ്മോട്ടാണെന്നാണ് അല്ലെ, താടി മീശയൊക്കെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വെച്ചത്. അപ്പൊ ആ ലുക്ക് ഏകദേശം മമ്മൂക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ട്. ഇന്നത്തെ ലുക്കും പൊളിയാണ്, ഇപ്പോഴത്തെ ലുക്ക് അതിനേക്കാളും പൊളിയാണ്. എന്തായാലും അതായത് റിവേഴ്സ് ഗിയർ ആണ്, ഏജ് റിവേഴ്സ് ഗിയർ ആണ്. എന്തായാലും നമുക്ക് ടീച്ചർ കാണാം. ഗൗതം വാസുദേവ് മേനോനും പടത്തിലുണ്ട്, അത് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ ഡിനോ ഡെന്നിസ് ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഡയറക്ടർ, പുതിയ ആളാന്ന് തോന്നുന്നു. ശരിക്കും നമ്മള് വിചാരിച്ചത് ഇത് മമ്മൂട്ടി കമ്പനിയുടെ പടമാണെന്നാണ് വിചാരിച്ചത്. അല്ല, നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചത് അതാണെന്നായിരുന്നു. കാരണം മമ്മൂക്കയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മമ്മൂട്ടി കമ്പനി നമ്മുടെ മനസ്സിൽ വരുന്നത്. റീസെന്റ് കുറെ മൂവീസ്. അത് മാത്രമല്ല നല്ല എക്സ്പെക്ടേഷനും കൂടുതലായതുകൊണ്ട് നമ്മൾ വിചാരിച്ച ചിലപ്പോൾ മമ്മൂട്ടി കമ്പനി ആയിരിക്കുന്നുണ്ട്. പക്ഷെ അല്ല, അത് മാത്രമല്ല മിഥുൻ മുകുന്ദനാണ് മ്യൂസിക് ഡയറക്ടർ. നമുക്ക് ഇന്നലെ നേരെ ടീച്ചർ കാണാം. റെഡി? ത്രില്ലർ. തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിൽ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലും എനിക്ക് തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ഗ്രേറ്റ് ഷാഡോ ഗ്യാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗ്യാങ് ജീവിയും ഞങ്ങൾ എന്നെ തുടരണം സാർ. അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പടം കണ്ടുപിടിക്കാം സാർ. സ്റ്റൈലിഷ്. ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. A game between good. അതാണ് മമ്മൂക്ക. ഡൗട്ട്. ഭയങ്കര സ്റ്റൈലിഷ്. നല്ല ഫ്രെയിം. So then who are you? It's a game. Hey buddy. Whoa. Get ready for the game. It's tuxedo time. Whoa. യൂത്ത് ഐക്കൺ. 8-2-16 ബസൂക്ക. ഈ കഥയിൽ നിങ്ങളുടെ റോൾ നമ്മള് ചെയ്യാത്ത റോളൊന്നുമില്ല. ബിലാലിക്ക. നമ്മള് ആ ഒരു സ്റ്റൈല്. അവസാനത്തെ ഡയലോഗ് ഇല്ലേ, ചെറുതായിട്ട് ബിലാലിക്ക അടിച്ചു അല്ലെ. നമ്മള് ചെയ്യാത്ത റോളൊന്നുമില്ല. ശരിക്കും കേട്ടോ, അതായത് നമ്മൾ ബിലാൽ മൂവി എന്ന് ഞാൻ പറയുന്നത് ശരിക്കും വരാൻ പോകുന്ന ബിലാൽ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ശരിക്കും നമ്മള് ബിഗ് ബില മമ്മൂക്കയുടെ ക്യാരക്ടർ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. പല മൂവിയിൽ നമ്മൾ കാണുമ്പോഴാണെങ്കിലും ഈ ചെറിയൊരു വൈബില്ലേ എന്നുള്ളവരാണ് നമ്മൾ എപ്പോഴും പറയാറ്. ശരിക്കും ഇതിനകത്ത് ആ ഒരു ലാസ്റ്റ് ഡയലോഗ് എന്താണ്, നമ്മൾ ചെയ്യാത്ത റോളില്ല ഭായി, നിങ്ങളുടെ എന്താ റോള് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യാത്ത റോളില്ല ഭായി. ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ആ പറയുന്ന ടോണിലാണ് ഭയങ്കരമായിട്ട് ബിലാലിക്കയുടെ ഒരു അവിടെ ആ ഒരു സ്റ്റൈലിഷ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വന്നാ പോയി ശരിക്കും ആ ഒരു ബിലാൽ എഫക്ട് അവിടെ വന്നു എന്നുള്ളതാണ്. മിഥുൻ മുകുന്ദൻ ഈ ഒരു ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യുന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. കാരണം മിഥുൻ മുകുന്ദൻ ഞാൻ ഇന്ന് മുന്നേ കന്നഡയിലാണ് കൂടുതൽ കേട്ടേക്കണം നമ്മള്. പിന്നെ അതുപോലെ മലയാളത്തിൽ മലയാളി ഫ്രം ഇന്ത്യ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആള് കുറച്ച് അല്ല, മലയാളി ഫ്രം ഇന്ത്യ അല്ല, വേറെ നമ്മളെ ഏതായിരുന്നു മറ്റേ ഒരു ദുബായിലുള്ള നിവിൻ പോളിയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ,
അത്ര ഹിറ്റ് ആയില്ല പടം. പക്ഷെ അതുകൊണ്ട് മിഥുൻ മുകുന്ദന്റെ ആ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെന്റ്, ഭയങ്കര രസം. ചാർലിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ അല്ല ഇത് 777 ചാർലി അല്ലല്ല, അത് നോബിൻ പോൾ. പക്ഷെ ഇത് ഭയങ്കര രസം. അതായത് ആ ഒരു സ്റ്റൈലിഷ് ആണ്, ഒരു ജെക്സ് ബിജയ് എഫക്ട് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു കുറെ സ്ഥലത്ത്. ശരിക്കും ഒരു ഗെയിം ബിറ്റ്വീൻ ഇവര് തമ്മിൽ, അതായത് GVM പ്ലസ് മമ്മൂക്ക. അതായത് മമ്മൂക്കയ്ക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് തോന്നിക്കുന്ന ഒരു രീതിയിലാണ് ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏകദേശം ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സ്. അതായത് നമ്മൾ ആ ഒരു ഇൻട്രോ കാണിച്ചപ്പോ തന്നെ, അതായത് ഇതിന്റെ ടീസർ തുടങ്ങുമ്പോ തന്നെ ആ ഒരു സ്റ്റൈലിഷ് ഫോർമാറ്റിൽ തന്നെയാണ് സംഭവം തുടങ്ങുന്നത്. ത്രില്ല് ഭയങ്കരമായിട്ട് എലമെന്റ് നമ്മളോട് അടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കാറിന്റെ ഷോട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ കാണിക്കുന്ന സമയത്ത് റൊഷാക്കൊക്കെ ചെറുതായിട്ട് ഓർമ്മ വന്നു. അതിന്റെ അകത്ത് വേറൊരു കാറാന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ GVM കാണിച്ചതും ഭയങ്കര രസമായിരുന്നു, സ്റ്റൈലിഷ് ആയിട്ട് തന്നെ. കാരണം GVM നല്ല റോള് കൊടുത്തു അല്ലെ, ആ ഒരു ഭയങ്കര ഒരു ലുക്ക്, അതായത് കറക്റ്റ് എതിരാളി എന്നൊക്കെ പറയില്ലേ, അത് തോന്നുന്നുണ്ട്. ലിമിറ്റഡ് കാസ്റ്റ് ആണ് തോന്നുന്നുണ്ട് പടത്തിൽ. അതായത് ലിമിറ്റഡ് കാസ്റ്റ് ആണ്, പക്ഷെ എൻഗേജിങ് ആകുന്ന രീതിയിൽ. ഏകദേശം നമ്മളുടെ ദിലീപേട്ടന്റെ ജാക്ക് ഡാനിയലൊക്കെ ഒരു വൈബ് അടിച്ചായിരുന്നു ചെറുതായിട്ട്. മനസ്സിനെ പിടിച്ചടിക്കുക വേറെ കാര്യം അല്ല. ഞാനത് സ്റ്റൈലിഷ് ഫോർം, അത് അവരുടെ തമ്മിലൊരു ഗെയിം അല്ലേ ശരിക്കും അതിനകത്ത്. അതാണ്, അല്ലാണ്ട് പടം പോലെ അല്ല. പക്ഷെ പടം ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. ശരിക്കും എന്തോ അറിയില്ല, ആ പടം ഇഷ്ടമാണ് കാണാനായിട്ട്. ഇത് കുറച്ചും കൂടി എനിക്ക് തോന്നിയേക്കണ നല്ലൊരു ത്രില്ലർ മോഡലോട്ട്. അവരുടെ രണ്ടുപേരുടെ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി തോന്നിയത് ഒരു കണ്ണൂർ സ്ക്വാഡ് ഒരു ത്രില്ലർ പടമില്ലേ, അതിന്റെ ഒരു സ്റ്റൈലിഷ് വേർഷൻ പോലെ എനിക്ക് തോന്നി. കാരണം കുറെ സ്ഥലത്ത് ആ ഒരു സ്റ്റൈൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഷാക്കിന്റെ ഒരു ത്രില്ലർ എലമെന്റും ചിലപ്പോ വരാം. അതിന്റെയൊക്കെ ഒരു എലമെന്റ് നന്നായിട്ട് വരുന്ന രീതിയിലാണ്. ഭീഷ്മയിലെ ലുക്കും അതാണ് ഭീഷ്മയിലെ ഫസ്റ്റ് ഷോട്ട് ഇരിക്കുന്ന ഷോട്ട് കാണിച്ചപ്പോൾ ഭീഷ്മയിലെ ലുക്കിന്റെ യങ് ലുക്ക് അങ്ങനെ പറയാം. കാരണം അതിന്റെ അകത്ത് കുറച്ചും കൂടി ആ ഒരു പ്രായമുള്ള ലുക്ക് അല്ല കാണിക്കുന്നത്. ഇതിന്റെ അകത്ത് കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ലുക്ക് ഓഫ് കിഡു. എന്തായാലും ശരിക്കും ബിലാലില് എന്ന് പറയുന്ന ക്യാരക്ടറിനേക്കാളും പ്രായം കുറവ് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിനെ. കാരണം എന്ന് വെച്ചാൽ ബിലാൽ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു വേണമെങ്കിൽ മമ്മൂക്കയുടെ ഒരു ഏജ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 73 വയസ്സായ 73 വയസ്സായപ്പോഴും ഇപ്പോഴും അങ്ങനെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലൈക്ക് 73 തിരിച്ചിട്ടാല് 37 അല്ലേ, ഏകദേശം ആ ഒരു റേഞ്ചേ തോന്നിക്കത്തുള്ളൂ. അതാണ് സംഭവം. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അദ്ദേഹം ആ ഒരു സ്റ്റൈലിഷ് ഒരു യൂത്ത് ഐക്കൺ ലുക്കിൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ശരിക്കും വേറെ ആക്ടേഴ്സ് ഒക്കെ എന്ന് പറയുന്നത്, വേറെ ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് ഒക്കെ കേട്ടോ, ഈ ഒരു പ്രായത്തിൽ അവർ അഭിനയിക്കുക, ചിലപ്പോ അച്ഛൻ റോളോ ഇവൻ മുത്തശ്ശൻ റോള് വരെ അഭിനയിക്കാം. അവരൊക്കെ കാണുമ്പോഴും നമുക്ക് എവിടെ ഒരു സ്ഥലത്ത് പോലും നമ്മൾ മമ്മൂക്കയുടെ ആ ഒരു സംഭവം എത്തുന്നില്ല. അത് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട് അല്ലെ. പക്ഷെ ആള് വേറെ കാര്യം കേട്ടോ, ലുക്ക് മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എടുക്കുന്ന സിനിമകളും നല്ല രസത്തിലാണ്. അതെ, നമ്മള് മലയാളത്തിലെ 2 ആക്ടേഴ്സ് ആണ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതായത് അത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഭയങ്കര മെയിൻറ്റെയിൻ ആണ്. അത് വെച്ച് മറ്റ് ഇൻഡസ്ട്രി ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ചിരഞ്ജീവി സാറിനൊക്കെ ഇദ്ദേഹത്തിനേക്കാളും വയസ്സ് കുറവേ ഉള്ളൂ എന്നൊക്കെ അല്ലേ. പക്ഷെ ആ 68 എന്ന് പറയുന്നത് ആ ഒരു സംഭവം, ഈ ഒരു ഫീൽഡിൽ അവർക്ക് അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു പതിവ് തെറ്റിക്കാത്ത പോലെ തന്നെ മമ്മൂക്ക എഗെയിൻ ഒരു പുതിയ ഡയറക്ടർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡീനോ ഡെന്നിസ് എന്നാണ് ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ പുതിയതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എഗെയിൻ മമ്മൂക്ക എപ്പോഴും അങ്ങനെയാണല്ലോ, പുതിയ ഡയറക്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മള് പല പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം മൈറ്റ് ബി ബിക്കോസ് ഓഫ് സംതിങ് ന്യൂ എക്സൈറ്റിംഗ് സംഭവങ്ങൾ ഇല്ലേ. അല്ലാണ്ട് എല്ലാ വട്ടവും ചെയ്തിട്ടുള്ള ഒരു മൂവി, കാരണം കഴിഞ്ഞ ടർബോ മൂവിക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പേഴ്സണലി നമ്മൾ കണ്ടില്ല, നമ്മൾ കാണും, മറ്റേ ചാനൽ വരും, നാളെ റിയാക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ടർബോ മൂവിയിൽ കുറച്ചൊരു സംഭവം, കാരണം ഈ ഇടയായിട്ട് മമ്മൂക്കയുടെ മൂവീസ് എന്ന് പറയുന്ന ഒന്നും എല്ലാത്തിന്റെ റേഞ്ച് ഇങ്ങനെ ഹൈ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ടർബോന്റെ റേഞ്ച് കുറച്ചൊന്ന് പുറകോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നതും ഒരു ഫോർമാറ്റ് സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. കാണാത്തോണ്ട് നമുക്കറിയില്ല, പക്ഷെ കണ്ടെടുത്തോളം അത് കേട്ടെടുത്തോളം റിവ്യൂസിലൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ കുറച്ച് ഒരു പഴയ ഫോർമാറ്റിന്റെ ചെറുതായിട്ടൊരു അടി ഉണ്ട് എന്നുള്ള സംഭവം കൊണ്ടാണ് അതറിയില്ല, നമുക്കറിയാം. എന്തായാലും ഒബ്വിയസ്ലി മമ്മൂക്ക പേഴ്സണലായിട്ട് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ റേഞ്ച് വേറെ അഗൻസ് ആയതുണ്ട്. സോ വെയിറ്റിംഗ് ഫോർ ദ മൂവി ആൻഡ് എസ്പെഷ്യലി ട്രെയിലർ മോർ. കാരണം എന്താ വെച്ചാൽ അത് പാട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല തോന്നുന്നു അല്ലേ, സ്റ്റൈലിഷ് ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാത്ത വീഡിയോയിൽ കാണാം.